മഞ്ഞപ്പട അടുത്ത സീസണിലെ പരിശീലകനായുള്ള അന്വേഷണത്തിലാണ്. ഇവാൻ വുക്കോമാനോവിച്ച് അപ്രതീക്ഷിതമായി ക്ലബ്ബ് വിട്ടതോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകന് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. 2021-2022 സീസണ് മുന്നോടിയായി കൊച്ചി ക്ലബ്ബിലെത്തിയ സെർബിയക്കാരനായ ഇവാൻ വുക്കോമാനോവിച്ച് ഒരു വർഷം കൂടി കരാർ ശേഷിക്കവെയാണ് ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുന്നത്. ക്ലബ്ബും ഇവാൻ വുക്കോമാനോവിച്ചും തമ്മിലുള്ള പരസ്പര ധാരണയുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ക്ലബ്ബ് വിട്ടത് എന്നാണ് വിവരം. ഇവാന്റെ ശിക്ഷണത്തിൽ ഒരു തവണ ISL ഫൈനലിലും 2 തവണ പ്ലേ ഓഫ് എലിമിനേറ്ററിലും കേരള ബ്ലാസ്റ്റേഴ്സ് പ്രവേശിച്ചിരുന്നു. ഇവാന്റെ പിൻഗാമിയായി ചില ISL പരിശീലകർ ബ്ലാസ്റ്റേഴ്സിന്റെ പരിഗണനയിലുണ്ട് എന്ന സൂചനകളാണ് പുറത്തു വന്നിട്ടുള്ളത്. നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇത്തവണ ISLൽ സെമി ഫൈനലിലെത്തിയ ഒരു ടീമിന്റെ പരിശീലകനുമായി ക്ലബ്ബ് ആദ്യഘട്ട ചർച്ച നടത്തിയിട്ടുണ്ട്. ഒഡീഷ FCയുടെ സെർജിയോ ലൊബേറ, മുംബൈ സിറ്റി FCയുടെ പീറ്റർ ക്രാറ്റ്കി, FC ഗോവയുടെ മനാലോ മാർക്കേസ്, മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിന്റെ അന്റോണിയോ ലോപ്പസ് എന്നിവരാണ് ഇക്കുറി ISLൽ സെമിയിലെത്തിയിട്ടുള്ള പരിശീലകർ. ഇതിൽ അന്റോണിയോ ലോപ്പസ്, സെർജിയോ ലൊബേറ എന്നിവർ കൊച്ചി ക്ലബിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. ശേഷിക്കുന്നതിൽ മുംബൈ സിറ്റി FC കോച്ചും FC ഗോവ കോച്ചുമാണ് ബ്ലാസ്റ്റേഴ്സിൽ ചേരാനുള്ള കുറച്ചെങ്കിലും സാധ്യതയുള്ളത്. ഇതിൽ ഒരാളുമായി മഞ്ഞപ്പട ചർച്ച നടത്തിയെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ISL ചരിത്രത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പരിശീലകരാണ് ഈ 4 പേരും. അന്റോണിയോ ലോപ്പസിന് 3 ISL കിരീടം നേടിയ ചരിത്രമുണ്ട്. 2023-24 സീസണിൽ ലീഗ് വിന്നേഴ്സ് ഷീൽഡ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനായിരുന്നു. സീസണിൽ ഫൈനലിലേക്ക് അടുത്തിരിക്കുക കൂടിയാണ് മോഹൻ ബഗാൻ. ഇരട്ട കിരീടമാണ് മോഹൻ ബഗാൻ പ്രതീക്ഷിക്കുന്നത്. 2023-24 സീസണിൽ സെമിയിൽ പ്രവേശിച്ച ഒഡീഷയുടെ പരിശീലകനാണ് സെർജിയോ ലൊബേറ. FC ഗോവയ്ക്കും മുംബൈ സിറ്റി FCക്കുമൊപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം നേടിയ ചരിത്രം ലൊബേറയ്ക്കുമുണ്ട്. 2024 സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ ഒഡീഷ FCയെ അദ്ദേഹം എത്തിച്ചിരുന്നു. 2021-2022 സീസണിൽ ഹൈദരാബാദ് FCയെ ISL ചാമ്പ്യന്മാരാക്കിയ പരിശീലകനാണ് മനാലോ മാർക്കേസ്. മുംബൈ സിറ്റി FCയുടെ പരിശീലകനായി 2023 ഡിസംബറിലാണ് ചെക്ക് റിപ്പബ്ലിക്കുകാരനായ പീറ്റർ ക്രാറ്റ്കി എത്തിയത്. നിലവിൽ സെമിയിൽ മുംബൈ സിറ്റി എത്തിയിട്ടുണ്ട്. 2021-22 സീസണ് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത ഇവാൻ 2024-25 സീസൺ അവസാനം വരെയാണ് ക്ലബ്ബുമായി കരാറുണ്ടാക്കിയിരുന്നത്. എന്നാൽ കരാറിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപേ ക്ലബ്ബുമായി അദ്ദേഹം വേർപിരിയുകയായിരുന്നു. ഇന്നലെ രാത്രി ഈ വിവരം പുറത്തു വന്നപ്പോൾ മഞ്ഞപ്പട ആരാധകർക്ക് വലിയ ഞെട്ടലാണ് ഉണ്ടായത്. ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാരേക്കാൾ ആരാധകരുണ്ടായിരുന്ന പരിശീലകൻ കൂടിയാണ് ഇവാൻ വുക്കോമാനോവിച്ച്. ക്ലബിനെ തുടർച്ചയായി 3 സീസണുകളിൽ പരിശീലിപ്പിക്കുന്ന ഏക പരിശീലകനും ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിക്കൊടുത്ത കോച്ചുമാണ് അദ്ദേഹം. 2023-24 സീസണിന്റെ ആദ്യ പകുതിയിൽ ഉജ്ജ്വല ഫോമിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ രണ്ടാം പകുതിയിൽ ദയനീയ ഫോമിലേക്ക് മാറുകയായിരുന്നു. പ്രധാന താരങ്ങളിൽ പലരും പരിക്കേറ്റ് പുറത്തായതാണ് മഞ്ഞപ്പടയ്ക്ക് തിരിച്ചടിയായത്. 2024 കലണ്ടർ വർഷം ടീമിന്റെ പ്രകടനങ്ങൾ ദയനീയമായതോടെ ഇവാനെതിരെ വിമർശനങ്ങൾ ശക്തമായിരുന്നു. എങ്കിലും അടുത്ത സീസണിലും അദ്ദേഹം ക്ലബിനൊപ്പം ഉണ്ടാകും എന്നായിരുന്നു ആരാധകർ കരുതിയിരുന്നത്.